ബി.ജെ.പിയെ നേരിടാനായി കോൺഗ്രസിനെ എങ്ങനെ സജ്ജമാക്കാമെന്ന് വിശാല പ്രവർത്തക സമിതി യോഗം ഇന്ന് വിശദമായി ചർച്ച ചെയ്തു. സംഘടനാ തലത്തിൽ സമഗ്രമായ അഴിച്ചുപണി വേണമെന്ന് പ്രധാന നേതാക്കളെല്ലാം അഭിപ്രായപ്പെട്ടു. താഴെ തട്ടു മുതൽ ദേശീയ തലം വരെ മാറ്റം വരും. എപ്പോഴും പ്രതീക്ഷ ഉണ്ടാവണ്ടേ പാർട്ടിയുടെ ഭാവിയെ കുറിച്ചല്ലേ? ചർച്ചകൾ നടന്നു, കുറച്ചൊക്കെ നടന്നു. 3:30 മണി വരെ സംസാരിക്കാൻ അവസരം കിട്ടി. അത് പറയാൻ പാടില്ല, ഇതൊക്കെ അകത്ത് നടന്ന കാര്യങ്ങൾ. DCCകൾക്ക് കൂടുതൽ അധികാരം നൽകാനുള്ള ശുപാർശ പ്രവർത്തക സമിതിയും അംഗീകരിച്ചു. നിർജീവമായ കമ്മിറ്റികളെ ആകെ പുനഃസംഘടിപ്പിക്കും. സജീവമല്ലാത്ത നേതാക്കളെ ഒഴിവാക്കും. Empowering of the DCC president and duties and powers of the DCC had been discussed in various forums. Already General Secretaries in charge's meeting had been approved that proposal. We are going to roll out that proposal in near future. ഭാരത് ജോഡോ യാത്രാ മാതൃകയിൽ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും നേതാക്കൾ ഒറ്റക്കെട്ടായി ജാഥകൾ നടത്താൻ പോവുകയാണ്. ജാഥകൾ കൂടി പൂർത്തിയാകുന്നതോടെ കേരളം, ബീഹാർ, തമിഴ്നാട്, ബംഗാൾ, അസം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് നേതൃത്വമാകെ കേന്ദ്രീകരിക്കും. ഗുജറാത്തിന് വേണ്ടി പ്രത്യേകവും രാജ്യത്തിന് പൊതുവായുമുള്ള 2 പ്രമേയങ്ങൾ പ്രവർത്തക സമിതി പാസാക്കി. നാളത്തെ സമ്മേളനം കൂടി പൂർത്തിയാവുന്നതോടെ പുനഃസംഘടനാ നടപടികളിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം കടക്കും. അഹമ്മദാബാദിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.